ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, ദെൻ വോൾട്ടേജ് പറഞ്ഞു. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അതായത് ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകൾക്കിടയിൽ നമ്മൾ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഡൺ, അതായത് സർക്യൂട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിന് നമുക്ക് ആ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് പറയാം. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വോൾട്ടേജ്. വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ, അതായത് കറണ്ട് ഫ്ലോയിങ് സർക്യൂട്ടിലെ ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിന് നമുക്ക് വോൾട്ടേജ് എന്ന് പറയാം. ദെൻ അതിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്താണ്? ജൂൾ പെർ കുളോം ആണ്, ദാറ്റ് ഈസ് വോൾട്ട് എന്ന് പറഞ്ഞു. ആ വോൾട്ട് എന്നുള്ള നെയിം വന്നത് നമ്മളെ ഈ അലക്സാണ്ടർ വോൾട്ട എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് ഒരു ഹോണർ ആയിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, ഇനി കണ്ടിന്യൂ ചെയ്യുമ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അലക്സാണ്ട്ര വോൾട്ട, അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ വോൾട്ട സെല്ല് പഠിക്കുന്നുണ്ട്. പ്രൈമറി സെൽ, സെക്കൻഡറി സെല്ലൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അലക്സാണ്ട്രോ വോൾട്ട ഫസ്റ്റ് ഡിസൈൻഡ് എ ഡിവൈസ് that could be used as source of EMF. നമ്മൾ പറഞ്ഞു സോഴ്സ് ഓഫ് EMF പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന് എന്താ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് EMF, ടോർച്ച് സെല്ല്, ബട്ടൺ സെല്ല്, സോളാർ സെല്ല്, ജനറേറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു. അത് കൂടാതെ നിങ്ങളോട് ഞാൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോഴ്സ് ഓഫ് EMF കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്? നമ്മളെ ഈ അലക്സാണ്ട്രോ വോൾട്ടയാണ്. ഹി ഡിസൈൻഡ് എ ഡിവൈസ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് EMF. അതിനാണ് നമ്മൾ പറയുന്നത് വോൾട്ട സെൽ. നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് എന്നുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് വോൾട്ട സെൽ. അപ്പോൾ പ്ലേസ് ഓഫ് ബർത്ത് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കൊടുത്തതാണ്. ഇറ്റലിയാണ്, 1745 to 1827 ആണ്. അദ്ദേഹം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. മേജർ കോൺട്രിബ്യൂഷനിൽ പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, പിന്നെ മീഥേൻ, വോൾട്ടേജ് ആൻഡ് വോൾട്ട്, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഒക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഓണറായിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനും വോൾട്ടേജിൻ്റെ യൂണിറ്റിന് വോൾട്ട് എന്നുള്ള പേര് നൽകിയതെന്ന് ഓർക്കാം. അതുപോലെ നമ്മളെ ഫസ്റ്റ് സോഴ്സ് ഓഫ് EMF ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് വോൾട്ട സെൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ അലക്സാണ്ട്ര വോൾട്ട എന്ന് പറയുന്ന ആളാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അത്രയും കാര്യം മതി, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അഥവാ നിങ്ങളോട് മേജർ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എഴുതുക, വോൾട്ട സെൽ എഴുതുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് എഴുതുക, അത്രയും മതി. അതിന് കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായാലും അലക്സാണ്ട്ര വോൾട്ടയാണ്, അത് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വോൾട്ട സെൽ എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഈ പിക്ചറൊക്കെ തന്നിട്ട് ഇത് ഏത് സെല്ലാണ്, അല്ലെങ്കിൽ ഈ സെല്ല് കണ്ടെത്തിയത് ആരാണ് എന്നൊക്കെ ഉള്ള രീതി ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. വോൾട്ട സെൽ, ലെറ്റ്സ് മേക്ക് എ സിമ്പിൾ വോൾട്ട സെൽ. നമ്മൾ ഒരു സിമ്പിൾ വോൾട്ട സെൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? പ്ലേസ് എ സിങ്ക് റോഡ് പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എ കോപ്പർ റോഡ്, ദെൻ കോപ്പർ റോഡ് പ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ എ ബീക്കർ, ഇത് ബീക്കർ അല്ലേ? സോ നമ്മൾ ബീക്കറിലാണ് നമ്മൾ കോപ്പർ റോഡും സിങ്ക് റോഡും പ്ലേസ് ചെയ്യുന്നത്. ദെൻ ദിസ് ബീക്കർ ഈസ് കണ്ടെയ്നിങ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ബീക്കർ കണ്ടെയ്ൻസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നമ്മളോട് പറയുന്നത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വോൾട്ട് മീറ്റർ എന്തിനാണ്? നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ്. The instrument used to measure potential difference is voltmeter. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോൾട്ട്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ ഈ സെല്ലില്ലേ, റോഡില്ലേ, കോപ്പർ റോഡും സിങ്ക് റോഡും ഇല്ലേ, അതിലേക്ക് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് വോൾട്ട്മീറ്റർ, ഇതാണ് നമ്മളെ വോൾട്ട്മീറ്റർ. നമ്മൾ ഈ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വോൾട്ട സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം. വോൾട്ട്മീറ്റർ ഇസ് കണക്റ്റഡ് ടു കോപ്പർ റോഡ് ആൻഡ് സിങ്ക് റോഡ്. വാട്ട് ഡു യു ഒബ്സർവ്? നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം.
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വോൾട്ട് മീറ്ററിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു നീഡിൽ കണ്ടോ, വോൾട്ട് മീറ്ററിൽ നീഡിൽ ഉണ്ടാവും. ആ നീഡിൽ എന്തുണ്ടാവും, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറുന്നുണ്ട്, ചേഞ്ച് അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളൊരു റീഡിങ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ദ ഇലക്ട്രോൺ ആർ ട്രാൻസ്ഫേർഡ് ഡ്യൂ ടു റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് എന്താണ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സിങ്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, സിങ്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യുന്നുണ്ട്, സിങ്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ദി ഇലക്ട്രോൺ ആർ ട്രാൻസ്ഫേർഡ് ഡ്യൂ ടു റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സിങ്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താണ്, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ആൻഡ് ഫ്ലോ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അപ്പം എന്താണ്, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ നീഡിൽ ഓഫ് വോൾട്ട് മീറ്റർ ഡിഫ്ലക്ട്. നമ്മൾ പറഞ്ഞു വോൾട്ട് മീറ്ററിന് നീഡിൽ അതിൽ ഡിഫ്ലക്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്ട്. കോപ്പർ റോഡ് ഈസ് അറ്റ് ഹൈ എനർജി ലെവൽ ഓഫ് ഇലക്ട്രിക് ചാർജ്. കോപ്പർ റോഡ് എന്താണ്, ഹൈ എനർജി ലെവലാണ്. കോപ്പർ റോഡ് എന്ന് പറയുന്നത് ഹൈ എനർജി ലെവലാണ്, അതിന് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ആൻഡ് സിങ്ക് റോഡ് ഈസ് അറ്റ് ലോ എനർജി ലെവൽ. സിങ്ക് റോഡ് എന്ന് പറയുന്നത് ലോ എനർജി ലെവലാണ്, അതിന് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, രണ്ട് ചാർജ്, പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, കോപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അതായത് ഹൈ എനർജി ലെവലും, സിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്, ദാറ്റ് ഇസ് ലോ എനർജി ലെവൽ. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുക എങ്ങനെയാണെന്നറിയാം. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കോപ്പറിൽ നിന്ന് എങ്ങോട്ടാണ്, സിങ്കിലേക്കാണ്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ്. എവിടെയാണ് ഹൈ പൊട്ടൻഷ്യൽ, കോപ്പറിലല്ലേ, സിങ്കിലല്ലേ ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കോപ്പർ ടു സിങ്ക് ആണ്. കറണ്ട് ഫ്ലോ ഈസ് ഫ്രം കോപ്പർ ടു സിങ്ക്. ഇതൊന്നും ഓർത്ത് വെക്കുക, കറണ്ട് ഫ്ലോ ഈസ് ഫ്രം കോപ്പർ ടു സിങ്ക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കണക്ട് ആൻ LED ഇൻസ്റ്റെഡ് ഓഫ് വോൾട്ട് മീറ്റർ ആൻഡ് മെഗ്നീഷ്യം ഇൻസ്റ്റെഡ് ഓഫ് സിങ്ക് ഇൻ ദ എബോവ് അറേഞ്ച്മെൻറ്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഈ ഒരു വോൾട്ട് മീറ്ററിന് പകരം എന്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, വോൾട്ട് മീറ്ററിന് പകരം ഒരു LED കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വോൾട്ട് മീറ്ററിന് പകരം LED കണക്ട് ചെയ്യാനും ദെൻ നമ്മൾ സിങ്കിനെ റീപ്ലേസ് ചെയ്തിട്ട് മെഗ്നീഷ്യത്തിന് വെക്കാനുമാണ് പറയുന്നത്. മെഗ്നീഷ്യം ആഡ് ചെയ്യാനും. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ ടു ദ, അതായത് LED ഗ്ലോ ചെയ്യും, അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പം നമ്മൾ വോൾട്ട് മീറ്ററിനെ മാറ്റി നമ്മളൊരു LED അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ LED ഗ്ലോ ചെയ്യുന്നുണ്ട്. LED എന്താണ്, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള LED ഗ്ലോസ്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഹാപ്പൻ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇഫ് ദ സെൽ ഈസ് ഓപ്പറേറ്റഡ് ഫോർ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, വാട്ട് ഹാപ്പൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇഫ് ദ സെൽ ഈസ് ഓപ്പറേറ്റഡ് ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, വാട്ട് മേ ബി ദ റീസൺ. എന്താണെന്ന് വെച്ചാൽ ഈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും. ഫസ്റ്റുള്ള ആ ബ്രൈറ്റ്നെസ് പിന്നെ ഉണ്ടാവില്ല. ടൈം കഴിയുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താണ്, ഡിക്രീസസ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് decreases. If the cell is operated for a short interval of time, what may be the reason? എന്തായിരിക്കും റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ നടക്കുന്നത് വോൾട്ടാർ സെല്ലിൽ. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മളെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്, കുറയാണ്. സോ എന്താണ്, the rate of reaction decreases. Rate of reaction decreases due to its
due to which intensity of light decreases. Intensity of light എന്താണ്? ഡിക്രീസസ്. അടുത്തതാണ് അവർ ആ പോയിന്റ് പറയാണ്, ആസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡിക്രീസസ് ദ ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റെയിൻഡ് ഓൾസോ ഡിക്രീസസ്. അതായത് നമ്മളെ റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നതിനനുസരിച്ച് അവിടെ കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജിക്ക് എന്ത് സംഭവിക്കും? ഡിക്രീസ് സംഭവിക്കും. മനസ്സിലായോ? അതന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ LED ഫസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഈ LED ഇൻറ്റൻസിറ്റി, ആ ഗ്ലോയിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ എ സെർട്ടൺ ടൈം കഴിയുന്നതിനനുസരിച്ച് ഇത് ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താവും? ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. സോ ആസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് എന്താണ്? ഈ ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റെയിൻഡ് ഓൾസോ ഡിക്രീസസ്. ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റെയിൻഡ് ഓൾസോ എന്താണ്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ലെസ്സർ ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ LED ടൈം മാറുന്നതിനനുസരിച്ച് LEDക്ക് എന്തുണ്ടാവുന്നത്? ടൈം പോകുന്നതിനനുസരിച്ച് LEDൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കുറവാണ് കിട്ടുന്നത്. സോ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ക്ലിയർ ആയല്ലോ? then അടുത്തതാണ് പ്രൈമറി സെൽ. നമുക്ക് 2 ടൈപ്പ് ഓഫ് സെല്ലാണ് പഠിക്കാനുള്ളത്. വോൾട്ടായിക് സെൽ ഇസ് എ ടൈപ്പ്, എന്താ ഒരു സ്പെസിഫിക് ഒരു സെല്ലിൻ്റെ ടൈപ്പാണ് വോൾട്ടാ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്, അത് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ട്ര വോൾട്ട ആണെന്നുള്ളതുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെയിൻലി നമ്മൾ ഈ സെല്ലിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? പ്രൈമറി സെൽ. പ്രൈമറി സെൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പ്രൈമറി സെൽ സിമ്പിളാണ്. പ്രൈമറി സെൽ എന്താന്നുള്ളത്, പ്രൈമറി സെൽസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി റീയൂസ്ഡ് ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ സർട്ടൻ പീരീഡ്. ഈ പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് സെല്ലാണ്. നമ്മളൊരു പീരീഡ് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് യൂസ് ചെയ്തു, അതിൽ ചാർജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കെന്താ വീണ്ടും ചാർജ് ചെയ്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വൺസ് അത് യൂസ് ചെയ്ത് ഒരു പീരീഡ് വരെ, ആഫ്റ്റർ വിച്ച് അതിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ കളയേണ്ടി വരും. അതായത് സിംഗിൾ യൂസ് സിംഗിൾ യൂസ് എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റില്ല ഒറ്റ പ്രാവശ്യം, പക്ഷെ അതൊരു ലോങ് പീരീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി സെൽ. പ്രൈമറി സെൽ ആർ ദ സെൽ ആർ ദോസ് വിച്ച് കനോട്ട് ബി റീയൂസ് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ സർട്ടൺ പീരീഡ്. അതായത് ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്കതിനെ റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പ്രൈമറി സെൽ. പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മളെ ടോർച്ചിലുള്ള ബാറ്ററീസ്, ദെൻ റിമോട്ടിലൊക്കെ ഉള്ള ബാറ്ററീസ് ഇല്ലേ, അതൊക്കെ എന്താണ്? അതിൻ്റെ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ കളയല്ലേ ചെയ്യാറ്. അതിനെ പിന്നെ കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വൺസ് യൂസ് ചെയ്തു, അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമ്മളത് കളയും, അത് റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമ്മളെ ടോർച്ച് സെൽ അല്ലെങ്കിൽ ഡ്രൈ സെൽ എന്നൊക്കെ പറയുന്നത്. ടോർച്ച് സെല്ലിന് തന്നെയാണ് ഡ്രൈ സെൽ എന്ന് പറയാം. അതെന്താണ്? പ്രൈമറി സെല്ലാണ്. പിന്നെ ബട്ടൺ സെല്ലില്ലേ, ബട്ടൺ സെൽസ് ഒക്കെ എന്താ നമ്മളെ ഈ വാച്ചസിലുള്ള സെല്ല് ബട്ടൺ സെല്ല. ഈ ബട്ടൺ സെല്ല് കാലാവധി കഴിഞ്ഞാൽ നമ്മളെന്താ വാച്ച് കടയിൽ പോയിട്ട് വേറെ ബാറ്ററി ഇടാറല്ലേ ചെയ്യാറ്, അല്ലാതെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ടോ? നമ്മളെ മറ്റേ സ്മാർട്ട് വാച്ചിൻ്റെ കേസല്ലേ പറയുന്നത്, നോർമൽ വാച്ചിൻ്റെ കേസിൽ. നോർമൽ വാച്ചിൻ്റെ കേസിലുള്ളത് ബട്ടൺ സെല്ലാണ്. അതുപോലെ നമ്മളെ ടോയ്സില്ലേ, ആ ബാറ്ററീൻ്റെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്സ് വർക്ക് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചില ബാറ്ററി മാറി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പം അത് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് പ്രൈമറി സെൽ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഡ്രൈ സെൽ അല്ലെങ്കിൽ ടോർച്ച് സെൽ അല്ലെ ബട്ടൺ സെൽ എന്നൊക്കെ പറയാം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇത് ബട്ടൺ സെല്ലാണ്. ഒരു ബട്ടൺ പോലെയല്ലേ, അതുകൊണ്ടാണ് അതിന് ബട്ടൺ സെൽ എന്ന് പേര് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടോർച്ച് സെൽ. നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. കാണുന്നില്ലേ? ക്ലിയർ ആണല്ലോ?
ഇതാണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സെക്കൻഡ് ടൈപ്പാണ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെൽ സെക്കൻഡറി സെൽസ് ഈസ് ഓൾസോ നോൺ എസ് സ്റ്റോറേജ് സെൽ. സ്റ്റോറേജ് സെൽ എന്നും നമ്മൾ ഈ സെക്കൻഡറി സെല്ലിന് പറയാറുണ്ട്. ആർ എനർജി സോഴ്സ് ദാറ്റ് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ്. ഈ സെല്ലിനെ നമുക്ക് എന്താ റീചാർജ് ചെയ്യാൻ പറ്റും, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. റീചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. എ ബാറ്ററി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ സെൽസ് ആർ അറേഞ്ച് ആൻഡ് യൂസ്ഡ് ആസ് സിംഗിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതിലെങ്ങനെയാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. Then write down more example for secondary cells or battery. സെക്കൻഡറി സെല്ലിനോ ബാറ്ററിക്കോ എക്സാമ്പിൾ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മളെ മൊബൈൽ ബാറ്ററി സിംഗിൾ യൂസ് ആണോ? നമ്മളിപ്പോൾ ഇന്ന് ചാർജ് തീർന്നാൽ ഇന്ന് റീചാർജ് ചെയ്യുക, അതായത് കറണ്ടിൽ റീചാർജ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സിംഗിൾ യൂസ് അല്ല, അത് നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈലുള്ളത്, ഇത് നമ്മൾ സ്മാർട്ട് വാച്ചൊക്കെ നമ്മൾ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നില്ലേ? ദെൻ നമ്മളെ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റുകളൊക്കെ, ഇയർബഡ്സൊക്കെ, അതൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഉള്ള ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ ഇൻവേർട്ടർ നമ്മൾ കറണ്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന, കറണ്ട് വരുമ്പോൾ എന്താണ് അത് ചാർജ് ചെയ്യുന്നില്ലേ? ചാർജ് ചെയ്തിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് എന്ത് പറയാം? ജനറലി സെക്കൻഡറി സെൽ എന്ന് പറയും. സെക്കൻഡറി സെല്ല് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, റീചാർജ് ആൻഡ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെൽസ് ആണ് സെക്കൻഡറി സെൽ. എന്നാൽ പ്രൈമറി സെൽ എന്ന് പറയുന്നത് ഒരു സർട്ടൺ പീരീഡ് വരെ യൂസ് ചെയ്യാം, പക്ഷെ റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് എക്സാമ്പിളാണ് ബട്ടൺ സെൽ, ടോർച്ച് സെല്ലൊക്കെ. ഇതിന് നമുക്ക് മൊബൈൽ ബാറ്ററി, ഇൻവേർട്ടേഴ്സ്, അതുപോലെ നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന എന്തും നമുക്ക് സെക്കൻഡറി സെല്ലിന് എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങൾ 2 എക്സാമ്പിൾ നിങ്ങളതായിട്ട് കണ്ടെത്തിക്കും. ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് 2 ടൈപ്പ് ഓഫ് സെൽസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് വോൾട്ട് മീറ്റർ എന്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമുക്ക് വോൾട്ട് മീറ്ററിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് നോക്കാം. എന്തൊക്കെയാണ് വോൾട്ട് മീറ്ററിലുള്ളത്, എന്താണ് വോൾട്ട് മീറ്റർ എന്നൊക്കെ ഉള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. How is the potential difference between the terminals of a cell or battery measured? നമ്മൾ ഒരു സെല്ലിലോ ബാറ്ററിയിലോ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ടെർമിനൽസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു, നമ്മളെന്ത് പറഞ്ഞു, വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. സോ വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് ഫോർ മെഷറിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഒബ്സർവ് ദ ഡയഗ്രാം 7.12 in which the potential difference is measured using voltmeter. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 7.12 പിക്ചർ കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു സെല്ലിലുള്ള ഈ സെല്ലിൻ്റെ ടെർമിനലിൽ നമ്മൾ എന്താ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ ടെർമിനലിൽ നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കുന്നത് ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഇവിടെയുള്ള സെല്ലിനെ ഈ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് സെൽ ഹാസ് 2 ടെർമിനൽസ്. നമുക്കറിയാം ഒരു സെല്ലിന് എന്തുണ്ട്, 2 ടെർമിനൽ ഉണ്ട്. സോ എ സെൽ ഹാസ് 2 ടെർമിനൽസ്, അതായത് പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നമുക്കറിയാം നമ്മളെ ബാറ്ററീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു സൈഡിൽ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിൽ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു സെല്ലിന് 2 ടെർമിനൽസ് ഉണ്ട്. വൺ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് എന്താണ്, നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. അതുപോലെ തന്നെ നമ്മൾ ഈ സെല്ലിനുള്ളത് പോലെ തന്നെ എന്താണ്, സെല്ലിനുള്ളത് തന്നെ നമ്മളെ വോൾട്ട് മീറ്ററിന് എന്തുണ്ട്, 2 ടെർമിനൽസ് ഉണ്ട്. സെല്ലിനുള്ളത് പോലെ തന്നെ വോൾട്ട് മീറ്ററിന് 2 ടെർമിനൽസ് ഉണ്ട്. ഓക്കെ ആണോ? സെല്ലിനുള്ളത് പോലെ തന്നെ വോൾട്ട് മീറ്ററിന് 2 ടെർമിനൽസ് ഉണ്ട്. ദെൻ which terminal of cell is connected to positive terminal of
പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട്മീറ്റർ. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ സെല്ലിൻ്റെ ഏത് ടെർമിനലാണ് വോൾട്ട്മീറ്ററിൻ്റെ. അപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞു വോൾട്ട്മീറ്ററിന് 2 ടെർമിനൽ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സെല്ലിന് 2 ടെർമിനൽ ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെല്ലും വോൾട്ട്മീറ്ററും കണക്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം സെല്ലിൻ്റെ ഏത് ടെർമിനലാണ് വോൾട്ട്മീറ്ററിൻ്റെ ഏത് ടെർമിനലിനോടാണ് കണക്ട് ചെയ്യുന്നത്? അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവിനോടാണോ അല്ലെങ്കിൽ നെഗറ്റീവിനോടാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സെല്ലിൻ്റെ നെഗറ്റീവ് വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവിനോടാണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെല്ലിൻ്റെത് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇതാണ് വോൾട്ട്മീറ്ററിൻ്റെ ടെർമിനൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. വി നോ ദാറ്റ് സെൽ ഹാസ് 2 ടെർമിനൽസ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സെല്ലിന് 2 ടെർമിനൽ ഉണ്ട്, അത് ഒന്ന് പോസിറ്റീവും നെഗറ്റീവും. Voltmeter also has 2 terminals. Which terminal of cell is connected to positive terminal of voltmeter? നോക്ക്, വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ ഇതല്ലേ, അത് സെല്ലിന്റെ ഏത് ടെർമിനലിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ടെർമിനൽ അല്ലേ, ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ പോസിറ്റീവ്. Then what about the negative terminal? നമ്മളോട് ചോദിച്ചിട്ടുള്ള നെഗറ്റീവ് ടെർമിനലിന്റെ കാര്യം. എന്താണ് ഈ നെഗറ്റീവ് ടെർമിനൽ എന്നുള്ളത്? സോ ഇവിടെ നോക്ക്, സെല്ലിൻ്റെ നെഗറ്റീവ് വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെൽ കണക്റ്റഡ് ടു എന്താണ്? നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെൽ കണക്റ്റഡ് ടു നെഗറ്റീവ് terminal of voltmeter. ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ വോൾട്ട്മീറ്ററിന് 2 ടെർമിനൽ ഉണ്ട്, സെല്ലിന് 2 ടെർമിനൽ ഉണ്ട്. സെല്ലിൻ്റെ പോസിറ്റീവും വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവും, സെല്ലിൻ്റെ നെഗറ്റീവും വോൾട്ട്മീറ്ററിന് നെഗറ്റീവും ആണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് സോഴ്സ് ഓഫ് EMF ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഴ്സ് ഓഫ് EMF ഇവിടെ കൊടുത്തിട്ടുള്ള ഏകദേശം പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. വോൾട്ട്മീറ്റർ വെച്ചിട്ട് ഏകദേശം ഒരു റേഞ്ച് ആണ് പറയുന്നത്. അത് മാറാം, എക്സാക്ട് വാല്യൂ അല്ല, നമ്മൾ സെല്ല് മാറുന്നതിനനുസരിച്ച് മാറാം. ഏകദേശം വരുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രൈ സെൽ, ടോർച്ച് സെല്ലിൻ്റെ ഒക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 വോൾട്ട് ആണ്. ബട്ടൺ സെല്ല് 1.5 വോൾട്ട് ആണ്. വോൾട്ടാ സെല്ലിൻ്റെത് അപ്രോക്സിമേറ്റ്ലി 1 വോൾട്ട് ആണ്. അതുപോലെ മൊബൈൽ ബാറ്ററി ഒക്കെ അല്ലേ, മൊബൈൽ ബാറ്ററി അപ്രോക്സിമേറ്റ്ലി 3.7 വോൾട്ട് ആണ്. പക്ഷെ നമ്മുടെ മോഡൽ മാറുന്നതിനനുസരിച്ച് മാറാം. ഇതൊരു എക്സാക്ട് വാല്യൂ അല്ല, ഏകദേശ റേഞ്ചാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വോൾട്ട്മീറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, അതിനളക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞു വോൾട്ട്മീറ്റർ ആണ്. കുറച്ച് റേഞ്ചസും തന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ ഓഫ് സെല്ലാണ്. ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ബേസിക് കാര്യമാണ് പറയുന്നത്. സെല്ലിൻ്റെ കോമ്പിനേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അറേഞ്ച് 2 cells in 3 different ways as shown in the figure. ഫിഗറിൽ തന്നതുപോലെ നമ്മളെ സെല്ല് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഓഫ് ദം യൂസിങ് വോൾട്ട്മീറ്റർ ആൻഡ് ടാബുലേറ്റ് ദം. നമ്മളോട് പറഞ്ഞില്ല, മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ട്മീറ്റർ വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാം. സോ മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഓഫ് ദം, അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനും ടാബുലേറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ കാണുന്നില്ലേ, ഫസ്റ്റ് 2 സെല്ലുണ്ട്. 2 സെല്ല് അടുത്തടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ സെല്ലിൻ്റെ പോസിറ്റീവ്, സെല്ലിൻ്റെ നെഗറ്റീവ്, സെല്ലിൻ്റെ പോസിറ്റീവ്, സെല്ലിൻ്റെ നെഗറ്റീവ്, കണക്റ്റഡ് ടു വോൾട്ട്മീറ്റർ. ഇത് പോസിറ്റീവ് ആണ്, വോൾട്ട്മീറ്റർ എന്താണ്?
പോസിറ്റീവാണ്. ദെൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. വോൾട്ട് മീറ്റർ ഇവിടെ എന്താണ്? നെഗറ്റീവ്. ദെൻ അടുത്ത കേസാണ്, ഇവിടെ ഒരു സെല്ല്, ദെൻ അടുത്ത സെല്ല്. ഈ രണ്ട് സെല്ലും കൂടെ കണക്ട് ചെയ്തുന്ന വോൾട്ട് മീറ്റർ ഇവിടെ പോസിറ്റീവ്, ദെൻ നെഗറ്റീവ് നമ്മൾ ഈ സൈഡിൽ, വോൾട്ട് മീറ്ററിൻ്റെ ഈ സൈഡിൽ രണ്ടും കണക്ട് ചെയ്തു. ഇത് ജസ്റ്റ് പാരലായിട്ടല്ലേ വെച്ചത്? ഈ സെല്ലിന് നമ്മൾ പാരലായിട്ടാണ് വെച്ചത്, എന്നാൽ ഇത് സീരീസ് ആയിട്ട്, അതായത് അടുത്തടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ദെൻ തേർഡ് കേസ് നോക്കേ. തേർഡ് കേസിൽ സെല്ലുണ്ട്, രണ്ട് സെല്ലുണ്ട്. ഫസ്റ്റ് കേസ് പോലെ സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ വ്യത്യാസമുണ്ട്. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ദെൻ നമ്മൾ എന്താണ്, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത നെഗറ്റീവിനോടാണ്. ശ്രദ്ധിക്കണം, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തത് നെഗറ്റീവിനോടാണ്. അങ്ങനെയാണ് ഈ അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 അറേഞ്ച്മെൻറ്റ് കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ടേബിളേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സർക്യൂട്ട് 1 നമ്പർ ഓഫ് സെൽ എത്രയാ? നമ്പർ ഓഫ് സെൽ 2, 2 സെല്ലല്ലേ? 2 സെല്ല്. ദെൻ സർക്യൂട്ട് 2ലും 2 സെല്ല്, സർക്യൂട്ട് 3ലും എത്രയാ? 2 സെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2. അത് 3 കേസിലും 2 സെല്ലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് വോൾട്ട് മീറ്റർ റീഡിംഗ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ട് മീറ്റർ റീഡിംഗ് തന്നെയല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ വോൾട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വോൾട്ട് മീറ്റർ റീഡിങ് കാണാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല. ഏകദേശം വരുന്ന റേഞ്ച് ഞാൻ എഴുതിത്തരാം. ആ ഒരു ട്രെൻഡ് ഞാൻ എഴുതിത്തരാം, ഏത് രീതിയിലാണ് വരിക എന്നുള്ളത്. സോ സർക്യൂട്ട് നമ്പർ ഓഫ് സെല്ല് 2 ആണ്. വോൾട്ട് മീറ്റർ റീഡിങ് ജസ്റ്റ് ഒരു 6 എന്ന് കൂട്ടാം. 6 വോൾട്ടാണെന്ന് കൂട്ടിക്കും. 3 വോൾട്ട് കൂട്ടാം. 3 വോൾട്ടാണ്. എന്നാൽ നമ്മൾ സെക്കൻഡ് കേസ് ഇങ്ങനെയല്ലേ? അതായത് ഇവിടെ ഒരു സെല്ല് വെച്ചിട്ടുണ്ട്, താഴെ ഒരു സെല്ല് വെച്ചിട്ടുണ്ട്, മുകളിലൊരു സെല്ലുണ്ട്, താഴെ ഒരു സെല്ലുണ്ട്. ഓക്കെ. ദെൻ നമ്മളെന്താ, ഇവിടെ ഒരു സെല്ല്, താഴെ ഒരു സെല്ല്, എന്നിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. റീഡിങ് നോക്കുകയാണ്. റീഡിങ് നോക്കുമ്പം നമുക്ക് കിട്ടുക എങ്ങനെയാണെന്നറിയോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് റീഡിങ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 കണ്ടോ? 0 1 2 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 1 2 3 റീഡിങ് 1ൻ്റെയും 2ൻ്റെയും ഇടയിലാണ് വന്നത്. ഇവിടെ നോക്ക് 0 ആണ് കൊടുത്തിട്ടുള്ളത്. അതാ ഫസ്റ്റ് കേസിൽ 2 സെല്ലുണ്ട്, സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ വോൾട്ട് മീറ്റർ റീഡിങ് നമുക്ക് 3 ആണ് കിട്ടുന്നത്. എന്നാൽ സെക്കൻഡ് കേസിൽ 2 സെൽസ് ഉണ്ട്, പാരലൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന റീഡിങ് 1.5 ആയിരിക്കും. തേർഡ് കേസിൽ നമുക്ക് റീഡിങ് കിട്ടുക 0 ആണ്. കാരണം എന്താണ്? രണ്ടും നെഗറ്റീവാണ്. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്തത് നെഗറ്റീവാണ്, വോൾട്ട് മീറ്ററിന് നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ടുള്ളത്. അത് പോരാതെ നമ്മളെ സെല്ല് എങ്ങനെ കണക്ട് ചെയ്യണം? പോസിറ്റീവ് നെഗറ്റീവ്. സപ്പോസ് നമ്മളെ സെല്ല് ഇതാന്ന് വെച്ചോ, സെല്ലിൻ്റെ പോസിറ്റീവ് വേറൊരു സെല്ലിൻ്റെ നെഗറ്റീവിനോട് ആണ് കണക്ട് ചെയ്യുക. അതായത് നെഗറ്റീവാണ് പോസിറ്റീവ്, സെയിം അല്ല സെല്ല് നമ്മൾ കണക്ട് ചെയ്യാറ്. മനസ്സിലായോ? അവിടെ തിരിച്ചല്ലേ വെച്ചിട്ടുള്ളത്. നോക്ക്, 2 പോസിറ്റീവ് അടുത്തടുത്ത്, 2 നെഗറ്റീവ് ദൂരെ. എന്നാൽ ഈ നെഗറ്റീവ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്ത്, ഈ നെഗറ്റീവ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്തു. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിൽ എപ്പോഴും എന്താ കണക്ട് ചെയ്യുക? സെല്ലിൻ്റെ പോസിറ്റീവ്. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ എപ്പോഴും എന്താ കണക്ട് ചെയ്യുക? സെല്ലിൻ്റെ നെഗറ്റീവ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ടാബുലേറ്റ് ചെയ്തേ. ഇനി നമുക്ക് നോക്കാം, ഇൻ വിച്ച് അറേഞ്ച്മെൻറ്റ് വാസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റെയിൻഡ്? ഏത് അറേഞ്ച്മെൻറ്റിലാണ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത്? 3 ആണ് മാക്സിമം. സോ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ്. The arrangement of the cell shown in figure 7.13a is series connection. നമ്മൾ പറഞ്ഞു സീരീസ് ആയിട്ട് ഒന്നൊന്നായിട്ട് ഒന്ന് വെച്ചു, അതിൻ്റെ അടുത്തത് ജസ്റ്റ് നമ്മൾ പറയില്ലേ വരിയായിട്ട് വെക്കുന്ന പോലെ. അപ്പോൾ സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇതിപ്പോൾ ഒന്നാണെങ്കിൽ അടുത്തത് ഇവിടെ, ഇതിനടുത്തത് അതിൻ്റെ ബാക്കിൽ. ആ രീതിയിൽ സീരീസ് ആയിട്ട് വെച്ചതിലാണ്
മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈസ് ദ സീരീസ് കണക്ഷൻ. ഹിയർ ഇസ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ. പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെക്കൻഡ് സെൽ. അതും നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ ഒരു സെല്ലാണ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. എന്നാൽ ഈ നെഗറ്റീവിൽ അടുത്ത സെല്ല് ഞാൻ വെക്കുകയാണ്. ദെൻ എന്താണ്, പോസിറ്റീവ് ഭാഗമാണ് കണക്ട് ചെയ്യുക. ദെൻ ഇപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, അതിൻ്റെ ഇവിടെ നെഗറ്റീവ് വരും. ദെൻ പുതിയ സെല്ല് വെക്കുമ്പോൾ പോസിറ്റീവ്, അതായത് എന്താ പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, ആ രീതിയിലാണ് വരിക. അതായത് പോസിറ്റീവ് ഒന്നിച്ച് വരില്ല, നെഗറ്റീവ് ഒന്നിച്ച് വരില്ല. അതായത് സീരീസ് ആണ്, അടുത്തടുത്താണ് വെക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ആ രീതിയിലാണ് വരിക. ഓക്കെ ആണോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ആസ് ദ നമ്പർ ഓഫ് സെൽ ഇൻ സീരീസ് കണക്ഷൻ ഇൻക്രീസസ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൾസോ ഇൻക്രീസസ്. അതായത് സീരീസ് കണക്ഷനിലാണ് നമ്മളെ സെല്ല് വെക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പം ഒരു സെല്ല്, അടുത്തൊരു സെല്ല് ഞാൻ സീരീസിൽ വെച്ച്, അടുത്തൊരു സെല്ല് ഞാൻ സീരീസിൽ വെച്ച്, അതായത് ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഈ രീതിയിൽ നമ്മുടെ സെല്ലിൻ്റെ നമ്പർ കൂടൂലേ, ഇനിയും എനിക്ക് സെല്ലിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സെല്ലുകളുടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇൻ സീരീസ് കണക്ഷനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യും. ഇൻ സീരീസ് കണക്ഷൻ, ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ് ഇൻ സീരീസ് കണക്ഷൻ, സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ ഇൻക്രീസസ്. അതായത് സീരീസ് കണക്ഷനിൽ വെക്കുകയാണ്, സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയോ അത്? അതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓർത്ത് വെക്കണം, സീരീസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ വെൻ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ്, the total EMF is equal to sum of EMF of individual cell. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് സീരീസ് കണക്ഷനിൽ ടോട്ടൽ EMF എന്ന് പറയുന്നത് സം ആയിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ EMFൻ്റെ സം ആയിരിക്കും. നോക്ക്, ഒരു ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട് 1.5 പ്ലസ് 1.5 എത്രയാണ്? 3 അല്ലേ? അതല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്, 3. അപ്പോൾ സിംഗിൾ സെല്ലിൻ്റെ EMF എന്താണ്? 1.5. സോ രണ്ടെണ്ണം കൂടിയപ്പോൾ 1.5 പ്ലസ് 1.5 3. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സം, അതായത് വെൻ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ്, ടോട്ടൽ EMF ഈക്വൽ ടു സം ഓഫ് EMF ഓഫ് ഇൻഡിവിജ്വൽ സെൽ. അതായത് ടോട്ടൽ EMF എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ EMFൻ്റെ സം ആയിരിക്കും. ഓർത്ത് വെക്കണേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാക്സിമം ഉണ്ടാവുക സീരീസ് കണക്ഷനിലായിരിക്കും. സീരീസ് കണക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ ഒക്കെ EMF അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ ഒക്കെ സം കൂട്ടിയിട്ടാണ് നമ്മൾ സീരീസ് കണക്ഷനിൽ EMF അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക. അപ്പോൾ സീരീസിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയല്ലോ? Then in figure 1.3b, cells are connected in parallel. ഇവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആണ്. ഒന്ന് മുകളിൽ ഒന്ന് താഴെ, ഒന്ന് മുകളിൽ ഇതൊന്ന് അതിന് പാരലായിട്ട് ഞാനിപ്പോൾ ഇവിടെ സപ്പോസ് ഇതൊന്ന് അതിന് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു സെല്ല് വെക്കുകയാണ്. ഇത് പാരലൽ അല്ലേ? സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഈ രീതിയിലാണ്, ഒന്ന് അതിൻ്റെ തൊട്ടടുത്തത് ഒന്ന്, ഇതിപ്പോൾ ഒന്ന് വെച്ച് ഒന്ന് ഇത് വെച്ച് പാരലായിട്ട് വെക്കുന്ന കേസാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, പാരലൽ 1.5 ആണ്. നോക്കാം. Connected in parallel. In parallel connection, the positive and negative terminals of one cell are connected to positive and negative terminal of next cell respectively. When identical cells are arranged in parallel, the effective potential difference of combination is equal to that of single cell. Cells are connected in this way to get electric current for long interval of time. ഒന്നുമില്ല, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഇതാ നമ്മൾ ഈ സെല്ല് ഇത് ഞാൻ പാരലായിട്ട് വെച്ചു. ഇതിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ നെഗറ്റീവ് അതും
ഈ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ പോസിറ്റീവും ഇതിൻ്റെ നെക്സ്റ്റ് സെല്ലിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്യും. ദെൻ ഈ സെല്ലിൻ്റെ നെഗറ്റീവും ഈ സെല്ലിൻ്റെ നെഗറ്റീവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരേ വാല്യൂ ഒരേ വോൾട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സെല്ലാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര സെല്ലിനെ നമ്മൾ പാരലലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സിംഗിൾ സെല്ലിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് 1.5 അല്ലേ കിട്ടിയത്, 2 എണ്ണം വെച്ചിട്ടു. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് കിട്ടും, എന്നാൽ 1.5 മാത്രമേ കിട്ടുള്ളൂ. ഇതാ നമുക്ക് നോക്കാം. ഇതൊരു പാരലൽ, ഇതൊരു പാരലൽ, ഇതൊരു പാരലൽ കണക്ഷനാണ്. 3 സെല്ല് ഞാൻ വെച്ചു. 3 സെല്ല് വെച്ച് എല്ലാം ഒരേ വോൾട്ട് 1 വോൾട്ടാണെന്ന് വിചാരിക്കാം. ദെൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അതായത് ഓരോ സെല്ലിൻ്റെ പോസിറ്റീവ് അങ്ങനെ 3 സെല്ലിൻ്റെ പോസിറ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്യും. അതുപോലെ ഈ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അതായത് പാരലൽ കണക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ സെൽ കണക്റ്റഡ് ഇൻ ദിസ് വേ ഗെറ്റ് ഇലക്ട്രിക് കറന്റ് ഫോർ ലോങ് ഇന്റർവെൽ ഓഫ് ടൈം. The effective potential difference of combination equal to that of single cell. ഇതിൻ്റെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. എന്നാൽ എന്താണ്, കുറേ കാലത്തേക്ക് നമുക്ക് കിട്ടും, ലോങ് ഇൻ്റർവെല്ലിലേക്ക് കിട്ടും. എന്നാൽ ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്നാൽ നമ്മുടെ സീരീസിൻ്റെ കേസിൽ എന്താ, ആഡ് ചെയ്തിട്ട് പോകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രേറ്റർ ആയിരിക്കും കിട്ടുക, ആഡ് ചെയ്ത് പോകുമല്ലേ. ഇവിടെ അങ്ങനെയല്ല, ആ ഒരു വാല്യൂ തന്നെയായിരിക്കും കിട്ടുക, പക്ഷേ ലോങ് ഇൻ്റർവെല്ലിൽ കിട്ടും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സെല്ലുണ്ട്, എനിക്ക് ഗ്രേറ്റർ ടൈമിലേക്ക് അല്ലെ ലോങ് ഇൻ്റർവെല്ലിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് രീതിയിൽ അതിനെ കണക്ട് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ കമ്പൈൻ ചെയ്യണം, കോമ്പിനേഷൻ ഓഫ് സെൽ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ലോങ് ഇൻ്റർവെൽ അല്ലെ കുറേ കാലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പാരലൽ കണക്ഷനാണ് യൂസ് ചെയ്യുക. എന്നാൽ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വേണമെങ്കിൽ നമുക്കതിന് ഏത് രീതി കണക്ട് ചെയ്യാം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ അത് ലോങ് ഇൻ്റർവെല്ലൊന്നും കിട്ടില്ല, പാരലലാകുമ്പം ലോങ് ഇൻ്റർവെല്ലിൽ കിട്ടും. ദെൻ സെൽ കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ പവർ ബാങ്ക് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് ദ ലൈക്ക് അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, നമ്മളെ പവർ ബാങ്ക്സ് ഒക്കെ അല്ലേ, പവർ ബാങ്ക്സ് അതുപോലെയുള്ള ഉപകരണങ്ങളിലെല്ലാം സെൽസ് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലലായിട്ടാണ്. നമുക്ക് കാണാം, ചില ബാറ്ററീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെക്കുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് ബാറ്ററി ഇടേണ്ട ഭാഗമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കാണാറുണ്ടല്ലോ. ഈ രീതി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാറ്ററി, ഇവിടെ ഒരു ബാറ്ററി, ഇവിടെ ഒരു ബാറ്ററി എന്നുള്ള രീതിയിൽ അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അതുപോലെ നമ്മൾ ബാറ്ററി ഇടുന്ന ഭാഗത്ത് നമുക്ക് കാണാം, ഒന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു പാരലൽ ഫോമിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ പവർ ബാങ്ക്സിലൊക്കെ നമ്മൾ പാരലലായിട്ടാണ് നമ്മളെ സെല്ലുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെയുള്ള ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ സെല്ല് പാരലലായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, കുറച്ച് കൂടുതൽ കാലം നമുക്കത് ലോങ് ഇൻ്റർവെൽ ഓഫ് ടൈമിലേക്ക് നമുക്ക് അതിൻ്റെ ചാർജ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. If the cell are arranged as shown in figure 7.13c, potential difference will not be obtained. So cell should not be arranged in this way. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നില്ല. ഇവിടെ കണ്ടോ, സീറോ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്ക്, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് അടുത്താണ്. അതുപോലെ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവാണ്, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്കും നെഗറ്റീവാണ്. ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയോ? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് ഇൻ വാരിയസ് ഗാഡ്ജറ്റ്. ഇവിടെ കാണുന്നില്ലേ, ഒന്ന് ബാക്കിൽ ഒന്ന് എന്നുള്ള പാരലായിട്ട് നമ്മൾ അധികവും ഈ രീതിയിൽ കാണാറുണ്ട്. റിമോട്ട്സിലൊക്കെ കാണുന്നില്ലേ, ഒന്ന് അടുത്തത് പാരലായിട്ട്. സീരീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന്. നമ്മുടെ ടോർച്ചില്ലേ,
ടോർച്ചിൽ ബാറ്ററീസ് ഇടുന്നത് കണ്ടില്ലേ? ഈ രീതിയിലല്ലേ ടോർച്ച് ഉണ്ടാവുക? ഇവിടെ ഒരു ബാറ്ററി, എന്നിട്ട് പിന്നെ നമ്മൾ അടുത്തതിടും. ഇതിപ്പോൾ ടോർച്ചാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒരു ടോർച്ചാണ്. ഇപ്പോൾ ടോർച്ചാണെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെയാണ്, ഇവിടെയല്ലേ ബാറ്ററി ഇടാറ്? നമ്മളിങ്ങനെ തുറന്നിട്ട് ഓരോ ബാറ്ററി ആയിട്ട് ഇടാറല്ലേ? അതിലെങ്ങനെയാ? ഈ രീതിയിലാ. സപ്പോസ് ഇത് നമ്മളെ ബാറ്ററി, ഇത് നമ്മളെ ടോർച്ചാണെന്ന് വിചാരിക്കേ. നമ്മളെ ടോർച്ചാണെങ്കിൽ ഇതാണ് ടോർച്ച്. നമ്മളിങ്ങനെയല്ലേ ഇടാറ്? സീരീസ് മെത്തേഡാണ് ഇടാറ്. എന്നാൽ റിമോട്ട്സിലൊക്കെ നോക്ക്, റിമോട്ട്സിൽ വേറെ ഓരോ ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ പാരലായിട്ടാണ് ബാറ്ററീസ് വെക്കാറ്. ഇതാണ് പാരലൽ മെത്തേഡ്. നോക്ക്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും ഒന്ന് നോക്ക്. 3 എണ്ണം പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്, മെഷർ ചെയ്തെന്ന് വിചാരിക്കേ. എനിക്ക് എത്രയായിരിക്കും കിട്ടുക? ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അത്രയാണ് കിട്ടുക. ദാറ്റ് ഈസ് 1.5 വോൾട്ട്. 1.5 വോൾട്ട് അതവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സീരീസിൽ നോക്ക്, 1, 2, 3 ഇതിൻ്റെ സമ്മല്ലേ കിട്ടുക? അങ്ങനെയല്ലേ പറഞ്ഞത്? സീരീസിൽ എങ്ങനെയാ കാണുക? അതായത് ഇൻഡിവിജ്വലിൻ്റെ EMF അല്ലെ, ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മാണ് എന്ത്? എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത് സീരീസിൽ. സോ ഇവിടെ 1.5 പ്ലസ് 1.5 ഈക്വൽ ടു 3 പ്ലസ് 1.5 ഈസ് ഈക്വൽ ടു 4.5 വോൾട്ട് ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? സീരീസ് മനസ്സിലായി, പാരലൽ മനസ്സിലായി. ദെൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? തെറ്റായ രീതിയിൽ അറേഞ്ച് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടില്ല, വോൾട്ട് മീറ്റർ റീഡിങ് കിട്ടില്ല. ആ കാര്യം ക്ലിയർ ആയല്ലോ? ദെൻ നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. എന്നാൽ ലോങ് പീരീഡിലേക്കാണെങ്കിൽ പാരലായിട്ട് അറേഞ്ച് ചെയ്യും. നമ്മളെ പവർ ബാങ്ക്സിൽ, റിമോട്ട്സിലൊക്കെ മെയിൻലി നമ്മൾ പാരലായിട്ടാണ് നമ്മളെ സെൽസിനെ അറേഞ്ച് ചെയ്യാറ്, കമ്പൈൻ ചെയ്യാറ്. എന്നാൽ ടോർച്ചുകളിലൊക്കെ നമ്മൾ സീരീസ് ആയിട്ടാണ് കമ്പൈൻ ചെയ്യാറ്. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ നമ്മളെ ഈ ബട്ടൺ സെൽസ് ഒക്കെ ഇല്ലേ, ബട്ടൺ സെൽസും ഇങ്ങനെ സീരീസ് ആയിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് പോവാറ്. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാണുമ്പോൾ ഒന്നിന് പുറകെ ഒന്ന് വെക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നി. ഇതാണ് ബട്ടൺ സെല്ല്. അതിൻ്റെ ഫ്രണ്ട് പോസിറ്റീവാണ്, ബാക്ക് നെഗറ്റീവ്, ആ രീതിയിലായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അടുത്തടുത്താണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ ബട്ടൺ സെൽസ് അധികവും ടോർച്ചിലൊക്കെ സീരീസ് കണക്ഷനാണ് ഉണ്ടാവാറ്. മനസ്സിലായോ? അതുപോലെ നമുക്ക് കുറേ കാലം ലോങ് ഇൻ്റർവെൽ ഓഫ് പീരീഡ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പാരലലി ആണ് അറേഞ്ച് ചെയ്യാറ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. 4 cells with an EMF of 1.5 volt. പ്രോബ്ലം ആണേ, പ്രോബ്ലം ചോദിക്കും. 5 volt. Each are given. What is the maximum potential difference obtained using this? നമുക്കിങ്ങനെ 4 സെല്ല് തന്നിട്ടുണ്ട്. 4 സെല്ലിനെ നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. 4 സെല്ലിനെ സീരീസ് ആയിട്ട് ഞാൻ 4 സെല്ലും വെച്ചു. അതുപോലെ എനിക്ക് 4 സെല്ലിനെ പാരലായിട്ട് വെക്കാം. നമ്മളോട് ചോദിച്ച മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണ് കിട്ടുക? ഞാൻ 1.5 ആണോ ഓരോന്നും എന്നല്ലേ പറഞ്ഞത്? 1.5 ആണ് ഓരോന്നും. അപ്പം സപ്പോസ് ഞാൻ സീരീസ് ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ സം ഓഫ് ഇൻഡിവിജ്വൽ EMF അല്ലെങ്കിൽ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വരിക. സോ 1.5 എന്താണ്? 4 എണ്ണുള്ളത്. അപ്പോൾ 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 4 ടൈംസിൻ്റെ സമ്മാണ് കിട്ടുക. ദാറ്റ് ഈസ് എത്രയാണ് നമുക്ക് കിട്ടുക? 6 അല്ലേ കിട്ടുക? സീരീസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് PD എന്നിട്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. എന്നാൽ ഞാനത് സീരീസ് ആയിട്ട് വെച്ചാൽ സീരീസ് ആയിട്ട് 1.5 അങ്ങനെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ല, 1.5 അല്ലേ ഇൻഡിവിജ്വൽസ് അല്ലേ? സോ പാരലൽ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 1.5 വോൾട്ട്. അപ്പം മാക്സിമം കിട്ടി. ഈ 2 രീതിയിലല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക. മാക്സിമം കിട്ടുന്ന ഇത് സീരീസിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട് ആണ് ആൻസർ. 6 വോൾട്ട് ആണ് ആൻസർ. അടുത്തതാണ് ഇല്ലുസ്ട്രേറ്റ് ദ അറേഞ്ച്മെന്റ് if 6 identical cells, 6 ആണ് identical cell, are connected in series to form battery of 9 volt. What is the EMF of one cell? നമ്മളോട് പറഞ്ഞത്
സിക്സ് ഐഡന്റിക്കൽ സെൽ സീരീസ് ആയിട്ട് വെച്ചു. 3, 4, 5, 6 ആണ്. 6 ഐഡന്റിക്കൽ സെല്ല് നമ്മൾ എന്താണ് സീരീസ് ആയിട്ട് വെച്ച സമയത്ത് എന്താണ് ബാറ്ററീൻ്റെ വോൾട്ട് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 വോൾട്ടാണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 വോൾട്ട് ആണ്. വാട്ട് ഈസ് ദ EMF ഓഫ്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ EMF ഓഫ് വൺ സെല്ലിൻ്റെ EMF ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 5, 6 അല്ലേ? 6. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുമല്ലോ. ടോട്ടൽ കിട്ടിയ 9 വോൾട്ട് ആണ്. ബൈ നമുക്ക് എത്ര ഐഡന്റിക്കൽ സെല്ലുണ്ട്? 6 അല്ലേ? 6 ചെയ്താൽ മതി. 9/6 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 9/6 ചെയ്താൽ ആൻസർ കിട്ടും. 9/6 ചെയ്ത ആൻസർ എന്തായിരിക്കും? ആൻസർ 1.5 ആണ്. സോ 1.5ൻ്റെ 1.5 അതായത് നോക്ക് 9/6 6 1 ടൈംസ് അല്ലേ, ദെൻ 3 വരും. പോയിന്റ് ഇട്ടാൽ 35 ടൈംസ് 1.5 കിട്ടിയില്ലേ? ഒന്ന് നോക്ക്. 1.5 പ്ലസ് 1.5 3 പ്ലസ് 1.5 4.5 പ്ലസ് 1.5 is equal to 6 പ്ലസ് 1.5 is equal to 7.5 പ്ലസ് 1.5 is equal to 9. അതായത് 1.5 നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യുക? 6 ടൈംസ് ചെയ്യുക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര കിട്ടിയെന്ന് നോക്കുക. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര കിട്ടിയെന്ന് നോക്കുക. പിന്നെ എത്ര സെൽസിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്പർ ഓഫ് സെൽസ്, ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് എത്രയാണെന്നുള്ളത് നോക്കുക. ആ ടോട്ടൽ കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടും. ഇവിടെ കണ്ടില്ലേ 1.5 വോൾട്ട് ആണ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് വൈൽ യൂസിങ് സെൽസ് ഓർ ബാറ്ററി. നമ്മൾ സെൽസോ ബാറ്ററീസോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. ഡു നോട്ട് കണക്ട് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഡയറക്ട്ലി യൂസിങ് എ കണ്ടക്ടർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒരു കണ്ടക്ടർ വെച്ചിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യരുത് എന്ന്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഡയറക്ട്ലി നമ്മൾ ഒരിക്കലും ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യരുത്, കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഡു നോട്ട് പുട്ട് സെൽസ് ഓഫ് ബാറ്ററി ഇൻ മൗത്ത് ഓർ ചൂ ഇറ്റ്. അങ്ങനെ നമ്മൾ ഈ ബാറ്ററികളൊന്നും വായിൽ വെക്കുക, അത് അങ്ങനെ വായിലൊന്നും വെച്ച് കളിക്കരുത്. അതിൽ കുറേ കെമിക്കൽസ് ഉണ്ട്, അതുപോലെ അത് ഹാംഫുൾ ആണ്. അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചൂ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കുറേ പേര് നമ്മളെ ഈ ബട്ടൺ സെല്ലില്ലേ അതൊക്കെ വായിലിട്ട് കളിക്കുന്നത് കാണാറുണ്ട്. അതിൽ കുറേ കെമിക്കൽസ് ഉണ്ട്. അത് മാത്രമല്ല അത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഡു നോട്ട് യൂസ് ബാറ്ററി ഇഫ് ഇറ്റ് ഈസ് ഓവർ ഹീറ്റഡ്. ഭയങ്കര ചൂടായ ബാറ്ററികളില്ലേ, അങ്ങനെയുള്ള ബാറ്ററികളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ കാണാറുണ്ട്, ചില ഫോൺ പൊട്ടിത്തെറിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, പല ന്യൂസും കേൾക്കാറുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നമ്മൾ ഈ കീപാഡ് ഫോണിലൊക്കെ ഉള്ള ബാറ്ററിയിലെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്, അങ്ങനെയുള്ള ബാറ്ററീസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ അവോയ്ഡ് സിറ്റുവേഷൻസ് വേർ ദ ബാറ്ററി കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഓർ ഫയർ. നമ്മൾ ഈ ബാറ്ററി വാട്ടർ അല്ലെങ്കിൽ ഫയറായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക. അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മെയിൻലി ഫയറൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെറിയ എക്സ്പ്ലോഷൻസിനൊക്കെ സാധ്യത ഉണ്ടാവും. പോലെ അത് ബേൺ ചെയ്തിട്ടുണ്ടാകുന്ന ഗ്യാസസ് ഒക്കെ ഭയങ്കര ഹാംഫുൾ ആണ്. അപ്പോൾ ഈ ബാറ്ററീസ് സെൽസ് ഒന്നും വെള്ളം അല്ലെങ്കിൽ ഫയറായിട്ട് കോണ്ടാക്റ്റിൽ വരാതെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് മെറ്റൽ സച്ച് ആസ് നിക്കൽ, കാഡ്മിയം ആൻഡ് ലെഡ് ഇൻ വാരിയസ് ടൈപ്പ് ഓഫ് ബാറ്ററീസ് ആർ ഹാംഫുൾ ആൻഡ് ഷുഡ് ബി ഡിസ്പോസ്ഡ്
കെയർഫുള്ളി. നമ്മൾ ഈ സെല്ലുകളിലൊക്കെ ചില മെറ്റൽസ് ഉണ്ട്. ഇവിടെ പറഞ്ഞ നിക്കല്, കാഡ്മിയം, ലെഡ്. ഈ കാഡ്മിയം ലെഡ് എന്നൊക്കെ പറയുന്നതില്ലേ, ലെഡൊക്കെ ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അത് നമ്മൾ കെയർലെസ് ആയിട്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിലെങ്കിലുമൊക്കെ ആയിരിക്കും എത്തുക. വാട്ടർ ബോഡീസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ പലരും ഡ്രിങ്കിങ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കെമിക്കലുകളൊക്കെ നമുക്ക് ഹാംഫുൾ ആവും. പിന്നെ ഈ കാഡ്മിയൊക്കെ നമ്മൾ വാട്ടർ ബോഡീസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫിഷസിന് അത് ഹാംഫുൾ ആവും. ഈ ഫിഷിനെ നമ്മൾ കഴിക്കാറില്ലേ. അപ്പം ഇതൊക്കെ കുറേ ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. കാഡ്മിയൊക്കെ പല ടൈപ്പ് ഓഫ് ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മെർക്കുറിൻ്റെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മീനമാത, ദെൻ കാഡ്മിയം, അങ്ങനെ ഓരോന്നും ഓരോ ഡിസീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിവതും നമ്മൾ ഈ ഹെവി മെറ്റൽസ് അതുപോലെ നിക്കല്, കാഡ്മിയം, ലെഡ് എന്നുള്ള മെറ്റൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഹാംഫുള്ളാണ്. ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുള്ളത് വോൾട്ടാസ് സെൽ എന്താണെന്നുള്ള കാര്യം, ദെൻ പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, 2 സെല്ലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ ഓഫ് സെൽ. 2 ടൈപ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സീരീസ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ പാരലൽ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സീരീസ് കണക്ഷനിലായിരിക്കും ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക. അടുത്തടുത്തായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സം ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, സോ ഗ്രേറ്റർ ആയിരിക്കും. എന്നാൽ പാരലൽ കണക്ഷൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലിൻ്റെ EMF ഈക്വൽ തന്നെയായിരിക്കും. എന്നാൽ അത് ലോങ് ഇൻ്റർവെൽ ഓഫ് പീരീഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു. ദെൻ സീരീസ് ടോർച്ച് സെല്ലിലൊക്കെ സീരീസ് ആണ് മെയിൻലി ഉണ്ടാവുക. പവർ ബാങ്ക്സിലൊക്കെ പാരലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാറെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ ബാറ്ററീസ് ഒന്നും ചൂ ചെയ്യാൻ പാടില്ല, ഓവർ ഹീറ്റ് ആയത് യൂസ് ചെയ്യരുത്, വാട്ടർ ഫയർ കോണ്ടാക്റ്റിൽ വരരുത്, ദെൻ ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഹെവി മെറ്റൽസ് ഒക്കെ അടങ്ങിയത് കൊണ്ട് നമുക്ക് ഹാംഫുൾ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്റ്റ്ലി കണ്ടക്ടേഴ്സ് വെച്ച് കണക്ട് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സീരീസും പാരലും കണക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് നമ്മൾ 2 പ്രോബ്ലം ചെയ്തില്ലേ, ആ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് പഠിക്കുക, സീരീസ് പാരലൽ എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കുക. ഇപ്പോൾ സെല്ലിൻ്റെ കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് റെസിസ്റ്റർ അതിൻ്റെ കോമ്പിനേഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും കാര്യം നല്ല വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഈ ചാപ്റ്ററിലുള്ള ഓരോ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം വ്യക്തമായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ ഇതായിട്ട് റിലേറ്റ് ചെയ്ത നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്